എവരിവൺ, വെൽക്കം ടു സ്റ്റുഡൻസ് ഗൈഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊതുവരുമാനത്തെക്കുറിച്ച് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമുക്ക് പൊതുകടം എന്താണെന്ന് പരിചയപ്പെടാം. പൊതുവരുമാനം ആവശ്യത്തിന് തികയാതെ വരുമ്പോൾ സർക്കാരുകൾ കടം വാങ്ങാറുണ്ട്. സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം എന്നറിയപ്പെടുന്നു. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. ആഭ്യന്തര കടം എന്നാൽ രാജ്യത്തിന് അകത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന കടം. വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദേശ കടം എന്നാൽ വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകൾ. 2012-13 മുതൽ 2017-18 വരെയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ കടങ്ങൾ സൂചിപ്പിക്കുന്ന പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ പട്ടിക നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും, വർഷം കൂടുന്നതിനനുസരിച്ച് ആഭ്യന്തര കടവും കൂടുന്നുണ്ട്, വിദേശ കടവും കൂടുന്നുണ്ട്, ആകെ കടവും കൂടുന്നുണ്ട്. ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ പ്രധാനപ്പെട്ടവ 4 എണ്ണമാണ്. ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങളാണ്: 1. പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്. 2. ജനസംഖ്യാ വർധനവ്. 3. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ. 4. വികസന പ്രവർത്തനങ്ങൾ. പൊതുധനകാര്യം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം. പൊതുധനകാര്യത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്: പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം. പൊതുധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ ബജറ്റിലൂടെയാണ് പ്രതിപാദിപ്പിക്കുന്നത്. ഇനി ബജറ്റ് എന്താണെന്ന് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ്. ബജറ്റിൽ പ്രധാനമായും വരവും ഉണ്ടാവും, അതേപോലെ ചെലവും ഉണ്ടാവും. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ബജറ്റുകൾ 3 തരത്തിലുണ്ട്. വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റാണ് സന്തുലിത ബജറ്റ്. വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റിനെ മിച്ച ബജറ്റ് എന്നും, ചെലവ് വരവിനേക്കാൾ കൂടുമ്പോൾ ബജറ്റിനെ കമ്മി ബജറ്റ് എന്നും പറയുന്നു. ബജറ്റ് 3 വിധത്തിലുണ്ട്: സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റ് സന്തുലിത ബജറ്റ് എന്നും, വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റിനെ മിച്ച ബജറ്റ് എന്നും, ചെലവ് വരവിനേക്കാൾ കൂടുമ്പോൾ ബജറ്റിനെ കമ്മി ബജറ്റ് എന്നും പറയുന്നു. ഇന്ത്യയിൽ 2017-18 ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന വിവരങ്ങളുടെ ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഓരോ കാര്യത്തിനും വേണ്ട ചിലവ് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ട് അവസാനം മൊത്തം ആകെ ചെലവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കേന്ദ്ര ബജറ്റ് 2017-18 പ്രധാന വരുമാനങ്ങളുമായി ബന്ധപ്പെട്ട ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏത് നികുതിയിൽ നിന്നാണ് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നതെന്ന് നമുക്ക് ഈ പൈ ഡയഗ്രാം നോക്കിയാൽ തന്നെ മനസ്സിലാവും. കോർപ്പറേറ്റ് നികുതിയാണ് ഏറ്റവും 2017-18 സാമ്പത്തിക വർഷത്തിൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിട്ടുള്ളത്. നികുതി ഇതര വരുമാനം കണക്കാക്കിയാൽ 2017-18 സാമ്പത്തിക വർഷത്തിൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിട്ടുള്ളത് ലാഭത്തിലൂടെയാണ്. ഇനി നമുക്ക് ധനനയം, ഫിസ്കൽ പോളിസി എന്താണെന്ന് പരിചയപ്പെടാം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. എന്താണ് ധനനയം എന്നാൽ പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ധനനയം രാജ്യപുരോഗതിയെ സ്വാധീനിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കാനും വളർച്ച കൈവരിക്കാനും നല്ല ധനനയം വഴി സാധിക്കുന്നു. ധനനയത്തിന്റെ ചില ലക്ഷ്യങ്ങളാണ്: 1. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. 2. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 3. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ധനനയം സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന വിലക്കയറ്റത്തെയും ധനച്ചുരുക്കത്തെയും നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം.
വിലക്കയറ്റ സമയത്ത് നികുതി വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നു. ഉദാഹരണത്തിന് നികുതി 10% ആയിരുന്നത് 20% ഉയർത്തിയാൽ അപ്പോൾ 100 രൂപയ്ക്ക് 20 രൂപ നികുതി നൽകണം. ബാക്കി 80 രൂപയെ ഉപഭോഗത്തിന് വിനിയോഗിക്കാൻ കഴിയൂ. അതായത് 90 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിരുന്ന ഒരാൾക്ക് 80 രൂപയ്ക്ക് മാത്രമേ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. സാധനങ്ങൾ വിപണിയിൽ വിൽക്കപ്പെടാതെ വരുമ്പോൾ വില കുറഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ വിലച്ചുരുക്ക സമയത്ത് നികുതി കുറക്കുന്നു. ഇത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഉയർത്തുന്നു. ഇതിന്റെ ഫലമായി വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിക്കുന്നു. അങ്ങനെ സാധനങ്ങളുടെ വില ഉയരാൻ കാരണമാകുന്നു. ധനനയത്തിന്റെ ശരിയായ പ്രയോഗമാണ് ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സർക്കാരിന് പ്രയോജനപ്രദമാകുന്നത്. ഇതോടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.